എവിടെ തുടങ്ങണം? ക്രിസ്തു യേശുവിൽ ആരംഭിക്കണം. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു വെളിപ്പാട് കിട്ടുന്നവർ പിന്മാറിപ്പോകത്തില്ല. പ്രശ്നങ്ങളുടെ മുമ്പിലും പ്രതികൂലങ്ങളുടെ മുമ്പിലും പ്രയാസങ്ങളുടെ മുമ്പിലും പ്രതിസന്ധികളുടെ മുമ്പിലും അവർ ക്ഷീണിച്ചു പോകത്തില്ല, തളർന്നു പോകത്തില്ല. അവർക്ക് ഒരു കാര്യം അറിയാം, ആ വെളിപ്പാട് കിട്ടിയവനോടാ യേശു പറഞ്ഞത്, ഞാൻ പണിയുന്ന ദൈവമാ. പൊളിക്കുന്ന ലോകത്തിൽ പണിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. പിശാച് പൊളിക്കട്ടെ, പിശാച് അവന്റെ സ്വഭാവം കാണിക്കട്ടെ, അങ്ങനെയെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സ്വഭാവം കാണിക്കാനുള്ളവനാ. പറ, പൊളിക്കുന്ന പിശാചിനെ നോക്കിയിട്ട് പറ, നീ പൊളിച്ചോ, പക്ഷെ അതിനെ കഴിഞ്ഞ് നന്നായി പണിയുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, സ്തോത്രം. അപ്പോ ഇവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട്, ആ വെളിപ്പാട് കിട്ടണമെങ്കിൽ എന്ത് വേണം? വേദപുസ്തകം പരിശോധിക്കണം. വേറെ ഒരിടത്തൊന്നും കിട്ടത്തില്ല. ഹല്ലേലൂയ. കാരണം 66 പുസ്തകങ്ങൾക്കകത്തും വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്. സ്തോത്രം, ആമേൻ. അപ്പൊ എവിടെ നിന്ന് വേണം? തിരുവെഴുത്ത് പരിശോധിക്കണം. സ്തോത്രം. കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ തിരുവെഴുത്ത് മുഴുവനുണ്ടല്ലോ, എന്നെക്കുറിച്ച് സാക്ഷ്യം പറയാ. എന്നെക്കുറിച്ചാ സാക്ഷ്യം പറയുന്നേ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എനിക്ക് സാക്ഷ്യം പറയുന്നു. തിരുവെഴുത്ത് മുഴുവൻ യേശുവിനെ കുറിച്ചാ പറയുന്നേ. ആ സാക്ഷ്യം സത്യമാണ്. ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ കുറിച്ച് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? തിരുവെഴുത്ത് പരിശോധിക്കണം. തിരുവെഴുത്ത് പരിശോധിക്കണം. അപ്പോ സ്തോത്രം, ഒന്നാമത് യേശു ക്രിസ്തു പെട്ടകം, അതാണ് ആദ്യം ഉണ്ടാക്കാൻ പറഞ്ഞത്. 33.5 വയസ്സായപ്പോൾ 30 വയസ്സായപ്പോൾ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കാൻ തുടങ്ങുക. യോർദാനിൽ വന്ന് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ്, സ്തോത്രം, സ്വർഗം തുറന്ന് പിതാവ് പുത്രനെ അംഗീകരിച്ച് പരിശുദ്ധാത്മാവിന് അവൻ്റെ മേൽ പകർന്നു. സ്തോത്രം. അതിനുശേഷം ആ ശുശ്രൂഷ ആരംഭിക്കുന്നത് യെരൂശലേം ദേവാലയത്തിൽ ചെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വിടർത്തിയിട്ട് വായിച്ചു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവയായ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് അവൻ്റെ ആത്മാവിൻ്റെ മേൽ